എല്ലാവർക്കും നമസ്കാരം. ഈ സർപ്പദോഷങ്ങളെക്കുറിച്ച് പറയാനുള്ളത് നമ്മളിലേക്കും അല്ലെങ്കിൽ നമ്മുടെ സന്തതി പരമ്പരകളിലേക്കും ആ ഒരു സർപ്പദോഷം, സർപ്പശാപം പിന്തുടരും എന്നാണ് പറയാറുള്ളത്. അപ്പം അതിന് നമ്മൾ മൂലമല്ല, നമ്മുടെ പൂർവികർ അറിഞ്ഞോ അറിയാതെയോ സർപ്പക്കാവുകൾ നശിപ്പിക്കുകയോ മറ്റോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ദുരിതം നമുക്കും നമ്മുടെ തലമുറകൾക്കും ഉണ്ടാകുമെന്നാണ് പറയുക. അത് ത്വക്ക് രോഗങ്ങളായിട്ട് അല്ലെങ്കിൽ നേത്ര രോഗങ്ങളൊക്കെ ആയിട്ട് വരാറുണ്ട്. അപ്പോൾ അതിനൊരു പരിഹാരമെന്ന് പറയുന്നത് ഈ ആയില്യം നാളിൽ സർപ്പപൂജ നടത്തുക എന്നുള്ളതാണ്. ഇപ്പോൾ തൊടുപുഴയ്ക്കടുത്ത് ഇടവെട്ടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ നാഗരാജാവിൻ്റെ വളരെ മനോഹരമായി പ്രകൃതിയുമായി ഇണങ്ങി നിൽക്കുന്ന ഒരിടമാണ് ഇവിടം. അപ്പോൾ ഇവിടം എല്ലാ തുലാമാസത്തിലും നമ്മൾ ഇവിടെ സർപ്പബലി നടത്താറുണ്ട്. അങ്ങനെ നാഗരാജാവ് അങ്ങനെ ചൈതന്യവാനായി ഇരിക്കുകയാണ് ഇവിടെ. അപ്പോൾ ഇവിടെ എല്ലാ ആയില്യത്തിനും വളരെ വിശേഷമായി തന്നെ സർപ്പപൂജയും നൂറും പാലും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി അഭിഷേകമൊക്കെ ചെയ്തു വരുന്നുണ്ട്. അപ്പോൾ ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ സർപ്പദോഷങ്ങൾ അകലാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും ഉത്തമമായ മാർഗ്ഗമാണ് എല്ലാ ആയില്യം നാളിലും സർപ്പരാജാവിങ്കൽ പൂജ സമർപ്പിക്കുക എന്നുള്ളത്. അപ്പോൾ അറിഞ്ഞോ അറിയാതെയോ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ പൂർവികരൊക്കെ സർപ്പക്കാവുകൾ നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ദുരിതം നമുക്ക് സൽസന്താനലബ്ധിക്കുള്ള വിഘാതമായിട്ടൊക്കെ വരാറുണ്ട്. അപ്പോൾ ഇതിന് എല്ലാമുള്ളൊരു പരിഹാരമാണ് ഈ ആയില്യം നാളിലെ സർപ്പപൂജയും അതുപോലെ നൂറും പാലും ഭഗവാൻ അഭിഷേകം ചെയ്യാനുള്ള മഞ്ഞൾപ്പൊടി സമർപ്പണമൊക്കെ. അപ്പോൾ ഈ വരുന്ന 26-ാം തീയതി ജൂലൈ 26-നാണ് അടുത്ത ആയില്യം പൂജ നടക്കുന്നത്. അപ്പോൾ അന്ന് നമുക്ക് സർപ്പരാജാവിന് സർപ്പപൂജ നമ്മുടെ പേരിലും നാളിൽ കുട്ടികളുടെ പേരിലും നാളിലുമൊക്കെ നടത്താൻ സാധിക്കും. അതിനുള്ള അവസരം ഒരുക്കിയിട്ടുണ്ട്. ഇതിനോടൊപ്പം തന്നെ നമ്മുടെ ഈ ക്ഷേത്രത്തിൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. ഒരു മെസ്സേജ് അയച്ചാൽ മതിയാവും, അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ലഭിക്കും. അപ്പോൾ സർപ്പരാജാവിൻ്റെ ആ ഒരു അനുഗ്രഹം നമുക്കും നമ്മുടെ തലമുറകളിലേക്കും പകർന്നു നൽകേണ്ടത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ മാസത്തിൽ ഒരു തവണയുള്ള ഈ ഒരു ആയില്യം നാളിൽ സർപ്പരാജാവിന് മനസ്സ് നിറഞ്ഞ് പ്രാർത്ഥിക്കുക. ആ ഒരു സർപ്പരാജാവിൻ്റെ അനുഗ്രഹം തീർച്ചയായിട്ടും നമുക്കും നമ്മുടെ തലമുറകൾക്കും ഒരു വലിയ മുതൽക്കൂട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് എല്ലാവരെയും ഈ വരുന്ന ജൂലൈ 26-ന് ശനിയാഴ്ച നടക്കുന്ന സർപ്പപൂജയിലേക്ക് ഭക്തിയാദരപൂർവ്വം ക്ഷണിക്കുകയാണ്.